സീസണൽ ഗാർഡൻ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. കണ്ടതിൻ്റെ ഒരു 10-35 വർഷം പ്രായമായ ഒരു വേപ്പ് മരമാണ്. ഇത് നിറച്ച് മീലി ബഗ് ബാധിച്ചിരിക്കുകയാണ്. കണ്ടോ, അത് പൊരിഞ്ഞിട്ട് ക്രമേണ ഇത് അങ്ങ് ഉണങ്ങിപ്പോ. ഇത് വേപ്പിൽ മാത്രമല്ല, ചെമ്പരത്തിയെ കാണിക്കാൻ എന്റെ ചെമ്പരത്തിയാണ്. നോക്കി, നിറച്ച് മീലി ബഗ് ബാധിച്ചിട്ടുണ്ട്. വെളുത്ത് പൊറ്റപറ്റിയായിട്ട് ഇരിക്കുന്നുണ്ടോ. ഇത് ഉറുമ്പും മീലി ബഗുമായിട്ട് ഭയങ്കര ധാരണപ്രകാരമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ മീലി ബഗിന്റെ വിസർജ്യം ഉറുമ്പിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. ഈ മീലി ബഗിനെ അതുകൊണ്ട് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് കൊണ്ട് എത്തിക്കും ഉറുമ്പ്. എന്നിട്ടത് വീണ്ടും അതിന്റെ വിസർജ്യം ഭക്ഷിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെമ്പരത്തി മാത്രമല്ല, കറിവേപ്പ്, പയറ്, മുളക്, നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്, എന്റെ അവിയലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് അങ്ങനെ എല്ലാ ചെടികളിലും ബാധിക്കുന്ന ഒരു കീടമാണിത്. ഭയങ്കര ശല്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെടിയുടെ നീര് ഊറ്റി കുടിച്ച് ചെടി പൂർണ്ണമായിട്ടും ഉണങ്ങിപ്പോകും. ഇതിനെ കുറിച്ച് പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കണ്ടതിന്റെ കറിവേപ്പാണ്. നിറച്ച് നന്നായി കിളിർത്തുന്നൊരു കറിവേപ്പാണ്. ഇതൊക്കെ മീലി ബഗ് ആക്രമണം കൊണ്ട് മീലി ബഗ്ഗൊക്കെയാണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഉറുമ്പുണ്ട്. പറ്റിപ്പിടിച്ചിൻ്റെ ഇലയൊക്കെ തിന്ന് നശിപ്പിച്ച് ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് അങ്ങ് ഉണങ്ങിപ്പോകും. ഈ മീലി ബഗിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് ഞാൻ നിർമ്മിച്ച ഒരു ലിക്വിഡ് ലായനിയാണ് ഇത് 1 ലിറ്റർ വെള്ളത്തിന്റെ 1 ടീസ്പൂൺ ഷാമ്പുവും 1 ടീസ്പൂൺ ലിക്വിഡ് സോപ്പാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തു. അപ്പം മീലി ബഗിന് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം. ഉറുമ്പൊക്കെ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒരു ദിവസം സ്പ്രേ ചെയ്തിട്ട് നിർത്തരുത്. 2-3 ദിവസം അടുപ്പിച്ച് നമ്മൾ സ്പ്രേ ചെയ്യും. 1-2 ദിവസം സ്പ്രേ ചെയ്യണം. ഇതെന്റെ അബിയാണ്. കണ്ടോ, ഇതേ വന്നിരിക്കുന്ന മീലി ബഗ് നോക്കിയേ. ഇത് വേറൊരു ടൈപ്പ്. ഇങ്ങനെ പല തരത്തിലുള്ള മീലി ബഗാണ് ഉള്ളത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഇത് മെഡിക്കൽ സ്റ്റോർ വാങ്ങാൻ വലിയ വിലയൊന്നും. ഇതും 1/2 ലിറ്റർ വെള്ളത്തിൽ 250 ml ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും 1 ടീസ്പൂൺ നീം ഓയിലും 10 ml ലിക്വിഡ് സോപ്പും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യും. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ സ്പ്രേ ചെയ്ത ഈ മിശ്രണം സ്പ്രേ ചെയ്യുമ്പോൾ ഇതിന്റെ പുറത്ത്, ഈ മീലി ബഗിന്റെ പുറത്ത് ഒരു വാക്സ് പോലുള്ള സാധനമുണ്ട്. അത് പെട്ടെന്ന് നഷ്ടപ്പെടും. അതോടൊപ്പം മീലി ബഗ് നശിച്ചു പോകും. അങ്ങനെ നമ്മുടെ ചെടിയെ പൂർണ്ണമായും സംരക്ഷിക്കാം. ഒരൊറ്റ സ്പ്രേ കൊണ്ട് ഇത് മീലി ബഗിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പറ്റും. എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വെച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഏറ്റവും എഫക്റ്റീവ്. ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വലിയ ബുദ്ധിമുട്ടൊന്നും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടുന്നത്. ഇത് വെച്ച് തന്നെ ചെയ്യാൻ ഒറ്റ പ്രാവശ്യം മതി ഈ മീലി ബഗിനെ പൂർണ്ണമായും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അടുത്തൊരു വിഷയമായി അടുത്ത ദിവസം കാണും. ഇതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.